أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ മഹദിയിലെ ഫിഖ് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇതിൽ മഹദിയുടെ പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സിലബസിലുള്ളത്. ഒന്ന് മുത്തനസ്സിഫീൻ നജാത്തും, മറ്റൊന്ന് നൂറുൽ അബ്സാർ, പിന്നീടുള്ളത് ഖുതുബുൽ മുഈൻ. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇതിന്റെ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് ഒരു സബ്ജക്റ്റും കൂടി നമുക്ക് ഉണ്ട്. സാധാരണഗതിയിൽ നിങ്ങളെല്ലാവരും ഇതിലിപ്പോ എല്ലാ വിഷയങ്ങളും എടുക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ചുകൂടി നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വാലിഹായ സർക്കർമായി കബൂൽ ചെയ്യുമാറാവട്ടെ. കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കുള്ളത് നമ്മളെ 1ാം വർഷം കൈകാര്യം ചെയ്യുന്ന മുത്തനസ്സിഫീൻ നജാത്ത്. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമാണ് മുത്തനസ്സിഫീൻ നജാത്ത്. ആ കിതാബിന്റെ ലക്ഷ്യം തന്നെ ഫിഖഹിയായ മസലകളും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് മനഃപ്പാഠമാക്കുന്ന രൂപത്തിലുള്ള ഒരു കിതാബായിട്ടാണ് മുത്തനസ്സിഫീൻ നജാത്തിനെ നമ്മുടെ സിലബസുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ദാറുൽ സിലബസിലെ 1ാം വർഷവും മുത്തനസ്സിഫീൻ നജാത്ത് പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ഉസ്താദുമാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഉണ്ടാകുന്ന അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടുള്ളത്, മുത്തനസ്സിഫീൻ നജാത്തിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇബാറത്തുകളെല്ലാം വളരെ സിമ്പിളായിട്ടായിരിക്കും. എന്നാൽ ചില ഏരിയകളിൽ നമ്മൾ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാനെല്ലാം മനസ്സിലാക്കിയതുപോലെ മുത്തനസ്സിഫീൻ നജാത്തിൽ ഓരോ അഹ്കാമുകൾ, അതിന്റെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്പറിട്ട് അക്കമിട്ട് ഇങ്ങനെ പറയുന്ന ഒരു രീതിയാണല്ലോ മുത്തനസ്സിഫീൻ നജാത്തിലുള്ളത്. ആയതിനാൽ തന്നെ കുട്ടികൾക്ക് ഒന്നുകൂടെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല അതോടുകൂടെ അതിന്റെ കൂടെ തന്നെ അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൂടെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സാമിന്റെ സമയത്താണെങ്കിലും മറ്റൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല അതിലുള്ളതാണ് ഒന്ന് ഇതിന്റെ തസ്ജീറാത്ത് എന്ന് പറയും. അത് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മുടെ പദസൂര്യൻ ഓരോ പാരഗ്രാഫുകളും ഗ്രാഫുകളൊക്കെ ആയിട്ട് ഒരു ചാർട്ട് വൈസ് ആയിട്ടുള്ള ചെയ്യുന്ന PDF മറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചില ടീച്ചേഴ്സ്മാരൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് ഒന്നുകൂടി ആകർഷണീയമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ മുത്തനസ്സിഫീൻ നജാത്തിൽ മറ്റൊരു കാര്യങ്ങളാണ്, ചിലപ്പോൾ നിങ്ങൾ ആ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അവിടെ പ്രധാനമായിട്ടും നിസ്കാരത്തിന്റെ ഫർള് പറയുന്ന സ്ഥലത്ത് സാധാരണ നാമെല്ലാം പഠിച്ചു വരുന്ന റുക്നുകൾ 14 എണ്ണമാണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ 17 എന്നുള്ള ഒരു കണക്കാണ് നമ്മുടെ മുത്തനസ്സിഫീൻ നജാത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും
കുട്ടികൾക്ക് അവിടെ സംശയം ഉണ്ടാവും. നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു വന്നത് 14 പിന്നെ എന്താ 17 എന്നുള്ളത്. മറുപടിയൊക്കെ ആ കിതാബിന്റെ ആ താഴത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവിടെ എല്ലാം തുമഇനീനത്ത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓരോ റുക്നിന്റെ ചേർത്ത് പറഞ്ഞത് കൊണ്ട് നമ്മൾ സാധാരണ അതിൽ മദ്രസകളിലൊക്കെ 14 എന്ന് പഠിച്ചതിന് പകരമായിട്ട് ഇതിടെ എല്ലായിടത്തും തുമഇനീനത്തിനെ എല്ലായിടത്തും കൂട്ടി എക്സ്ട്രാ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ 17 എന്നുള്ളത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മദ്രസ വിദ്യാലയത്തിലെ ഹജ്ജിന്റെ ഭാഗം എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന അവസരത്തില് ഇന്ന് കാലത്ത് മീക്കാത്തുകളെ കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്യും. മീക്കാത്തുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ മീക്കാത്തുകൾ ഏതാണെന്നുള്ളതും എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മള് കപ്പൽ മാർഗത്തിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ മാർഗത്തിൽ പോകുമ്പോൾ കാര്യങ്ങളിലൊക്കെ ആ വിഷയങ്ങളും അവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതും അവരുടെ ചർച്ചയിലൊക്കെ കൊണ്ടുവരുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. മാത്രമല്ല ഓരോ ദിവസവും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയത്തിലുള്ള ഒരു കണ്ടന്റ് വിഷയത്തിൽ എന്താണ് കുട്ടികളുടെ ചർച്ചകളും കുട്ടികളുമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്ന് ചോദിക്കുന്നത് ഒന്നുകൂടെ നമ്മുടെ ക്ലാസ്സിനെ ഒരു ഫലവത്തായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് മത്നുസബിനജാത്തുമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലുള്ളതാണ് നൂറുൽ അബ്സാർ. നൂറുൽ അബ്സാർ സാധാരണ നമ്മള് ചെറിയ മദ്രസബിനത്തിൽ പഠിച്ചതിനാട്ടിലും ഒന്നുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു പഠനമാണ് നൂറുൽ അബ്സാർ നടത്തുന്നത്. നമ്മുടെ ദർസി കിതാബുകളിൽ പെട്ട ഒരു കിതാബ് കൂടിയായിരുന്നല്ലോ നൂറുൽ അബ്സാർ എന്നുള്ളത്. അപ്പോ കുട്ടികൾക്ക് വലിയ ജുംലകള് ഒന്നാം വർഷം നമ്മൾ ചെറിയ ജുംലകളൊക്കെ ചെറിയ സെന്റൻസുകളാണ് നാം പഠിക്കുന്നത്. എന്നാൽ ഒരു വലിയ സെന്റൻസുകളൊക്കെ എങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് മനസ്സിലാക്കാം എന്നുള്ള ഒരു രീതിശാസ്ത്രം കൂടിയാണ് നൂറുൽ അബ്സാറിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഫിഖഹിന്റെ ചർച്ചകളില് തുടക്കം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ശുദ്ധീകരണം, അതുപോലെ തന്നെ നിസ്കാരം, വുളു നിസ്കാരം എന്നുള്ള ഒരു രൂപത്തിൽ തന്നെയാണ് കിതാബുകളിലൊക്കെ ഉണ്ടാകുക. എന്നാലും ആ കിതാബുകളുടെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടാം വർഷം നൂറുൽ അബ്സാർ കൊടുത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടി വലിയ സെന്റൻസുകളൊക്കെ എങ്ങനെ അർത്ഥം വെച്ച് മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഔട്ട്ലുക്ക് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ഈ വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഷെയർ ചെയ്താൽ ഒന്നുകൂടി അതിനുള്ള വിഷയങ്ങൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളൊക്കെ ഏകദേശം ഒരു 3 മാസം അല്ലെ, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മൂന്നാമത്തെ മാസത്തിലായിരിക്കും നിങ്ങളെല്ലാം ഇപ്പോൾ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചിലപ്പോ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും, പുതുതായിട്ട് വന്ന അധ്യാപകന്മാരുണ്ടാവും. ആയതിനാൽ തന്നെ അവർക്ക് എന്തെങ്കിലും നേരിടേണ്ട വിഷയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സൂചിപ്പിച്ചാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ സജഷൻസുകളൊക്കെ ഇവിടുന്ന് നൽകാൻ വേണ്ടി സാധിക്കും. പിന്നെ നൂറുൽ അബ്സാറിന്റെ ചർച്ച കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഫത്ഹുൽ മൊയ്ൻ ആണ്. ഫത്ഹുൽ മൊയ്നിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എങ്കിലും കുറച്ച് പോർഷൻസുകൾ മാത്രമാണ് ഓരോ സെമസ്റ്ററുകളിൽ ഉള്ളത്. നമ്മുടെ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അവരുടെ സ്കൂൾ വിഷയത്തിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു കുറഞ്ഞ സമയമെങ്കിലാണെങ്കിലും നമ്മുടെ ഈ ഒരു മതവിഷയങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നത്. ആയതിനാൽ തന്നെ എന്നേക്കാളേറെ ഇത് ശ്രവിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. അവരുടെ രീതിശാസ്ത്രം എങ്ങനെയൊക്കെയാണ് അവരുടെ ഈ ഒരു കിതാബുകൾ മറ്റു കാര്യത്തിലോടുള്ള സമീപനം എന്നുള്ളതൊക്കെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അതിനാൽ തന്നെ അവരുടെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയൊക്കെയാണ്, മതപഠനത്തിന്റെയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവര് ആഗ്രഹിക്കുന്നത്, ഈ പഠനം കൊണ്ടൊക്കെ അവരെന്താണ് ലക്ഷീകരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ ടീച്ചേഴ്സിന്റെ ആണ് എന്നേക്കാൾ കൂടുതൽ അതിനെ പറ്റിയ ധാരണ ഉണ്ടാവുക. പ്രധാനമായിട്ടും നമ്മുടെ ഫത്ഹുൽ മൊയ്ൻ എന്നുള്ള പാരമ്പര്യമായിട്ട് നമ്മുടെ എല്ലാം
കർമ്മശാസ്ത്രത്തിൽ നമ്മുടെ കേരളക്കാർ പ്രത്യേകമായിട്ടും അവലംബിക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ. നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു എഴുതപ്പെട്ട ഗ്രന്ഥമായതിനാൽ തന്നെ ഒരുപാട് കേരളീയമായിട്ട് ആളുകൾക്ക് നേരിടുന്ന വിഷയങ്ങളിലെല്ലാം കൃത്യമായിട്ട് മറുപടി കണ്ടെത്താനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് ഫത്തുൽ മീനെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാം വർഷം ഈ ഒരു ഫത്തുൽ മീൻ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫത്തുൽ മീനിൽ നൽകപ്പെട്ടിട്ടുള്ള പോർഷനുകളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാവുമ്പോൾ ഇവിടെ നമ്മളെ ഫിഖ്ഹിന്റെ എങ്ങനെയാണ് ഫിഖ്ഹിയുമായിട്ടുള്ള ചെറിയൊരു ഔട്ട്ലുക്ക് അവർക്ക് നൽകല് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഫിഖ്ഹ് ഇങ്ങനെ 4 മദ്ഹബ് ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഷാഫി മദ്ഹബില് പ്രധാനമായിട്ട് അവലംബിക്കേണ്ട പണ്ഡിതന്മാര് അതുപോലെ തന്നെ അവരുടെ കിതാബുകൾ എന്നുള്ളതൊക്കെ ചെറിയൊരു ലഘു വിവരണം അവർക്ക് നൽകല് അത്യാവശ്യമാണ്. നമ്മുടെ ദാറുൽ ഫിഖ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു ഫത്തുൽ മീനിന്റെ ഒരു പുസ്തകം ഇന്ന് ബുക്ക് പ്ലസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മലയാളത്തിൽ തന്നെ അവർക്ക് വായിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന നല്ല ലഘു വിവരണങ്ങൾ അതിലെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം അങ്ങനെയുള്ള വിവരണങ്ങൾ നേരത്തെ കൊടുക്കുമ്പോൾ ഈ വിഷയം എന്തുകൊണ്ട് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതും ഇതിലുള്ള വരുന്ന ചില ടെർമിനോളജികളൊക്കെ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ അവർക്ക് അതിന് വേണ്ട ഒരു ബ്രോഡായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മടുപ്പൊക്കെ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് വരുന്ന വർഷങ്ങളിലൊക്കെ ഈ ഒരു കിതാബുമായിട്ടുള്ള ചർച്ചകളിൽ അവർക്ക് കൂടുതൽ ആവേശത്തോടെയും ഇൻട്രസ്റ്റോടും കൂടെയൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫത്തുൽ മീനിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ക്ലാസ് എടുക്കും നേരത്തെ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അന്നാന്ന് ഓരോ ദിവസവും നാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അന്ന് നാം എടുക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കുട്ടികളോടുമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്ത് അവരുടെ ഐഡിയാസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയത്തിലേക്ക് അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുവരെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ അവരുടെ മദ്രസകളിലും മറ്റൊക്കെ അവർ പഠിച്ചിട്ടുള്ള വിഷയത്തിൽ നിന്ന് അവരുടെ ധാരണകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഇന്ന് ഇക്കാലത്ത് അവർ നേരിടുന്ന ഇഷ്യൂസുകളൊക്കെ അവർക്ക് ഈ ചിലപ്പോൾ ക്ലാസ്സിൽ ഉന്നയിക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ടും നിസ്കാരത്തിന്റെയും വുളുവിന്റെയും മറ്റൊക്കെയുള്ള സംശയങ്ങളും അവർക്ക് ക്ലാസ്സിൽ ചോദിക്കാൻ വേണ്ടി സാധിക്കുകയും അതോടുകൂടി അവരിലേക്ക് ഈ ഒരു വിഷയങ്ങൾ ഞാൻ പ്രത്യേകം ഇങ്ങനെ ഒരു വിഷയം പറയാനുള്ള കാരണം തന്നെ ഇന്ന് മതപരമായ പഠനങ്ങളിൽ നിന്ന് ഒരു പിറകോട്ടടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മക്കളിലെല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോ അവരുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട ഇഷ്യൂകളിൽ വെച്ചിട്ട് അവരോട് ഡിസ്കഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അവർക്ക് ഒരു ഉത്തരം കിട്ടണം എന്നുള്ള ഒരു താല്പര്യം അവരിൽ ഉണ്ടാവുകയും അപ്പോൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ വളരെ ഇൻട്രസ്റ്റോട് കൂടെ അവർക്ക് പങ്കെടുക്കാനും വേണ്ടി സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഞാൻ ഈ ഒരു വിഷയം ഉണർത്താനുള്ള കാരണം. പിന്നെ ഫത്തുൽ മൊയ്നിലുമായിട്ട് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ തന്നെ ഈ തയമ്മുമിന്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ തയമ്മുമിന്റെ ഭാഗത്ത് വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് ഫത്തുൽ മീൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മളെ മനസ്സിലാക്കി പോലെ സാധാരണഗതിയിൽ നമ്മുടെ ഫത്തുൽ മീൻ എന്നുള്ളത് കേരളീയ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായതുകൊണ്ട് തന്നെ കേരളത്തില് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ തയമ്മും എന്നുള്ളത് വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം എന്നുള്ളതിനെ നോക്കുമ്പോൾ അത് അത്രത്തോളം വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുറിവ് പറ്റുന്ന അവസരത്തിൽ അങ്ങനത്തെ ഒന്നും കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഫത്തുൽ മീനിൽ പറയുന്നില്ല. ആയതിനാൽ തന്നെ മറ്റുള്ള കിതാബുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ മുഖദ്ദിമത്തുൽ ഹദറമിയ്യ ബാഫുദിൽ എന്ന് പറയപ്പെടുന്ന ഈ കിതാബുകളിലൊക്കെ അല്ലെങ്കിൽ മസായിദ് താലീം എന്നുള്ളതൊക്കെയാണ് അതിന്റെ പേര്. അപ്പൊ ആ കിതാബുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നവരെ അവർക്ക് തയമ്മുമിന്റെ ഒക്കെ കൂടുതൽ വിവരണങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഫത്തുൽ മീൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് തയമ്മുമിന്റെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും അങ്ങനെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളീയ പശ്ചാത്തലത്തില് ഈ വെള്ളം കിട്ടാതിരിക്കാൻ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വളരെ വിരളമായ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തും ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ വെള്ളമൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള മസലകളും ഇതൊക്കെ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത് മറ്റുള്ള കിതാബുകൾ നമുക്ക് തയമ്മുമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നൂറുൽ അബ്സാറിലും ഒക്കെ ആ വിഷയങ്ങൾ ഒന്ന് ചെറു രൂപത്തിലെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്.
മാത്രമല്ല ഈ ഒരു തൈമൂമിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ബാൻഡേജിന്റെ ഒക്കെ ഹുക്കുമുകൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മുടെ മക്കളിലൊക്കെ മക്കൾക്കിടയിലൊക്കെ ഈ ബാൻഡേജ് കിട്ടുന്ന അവസരങ്ങള്, അതുപോലെ തന്നെ നമ്മള് പ്രായമായ ആളുകള്, നമുക്ക് തന്നെ പല അവസരങ്ങളൊക്കെ വരുമല്ലോ. ആയതിനാൽ തന്നെ അതിന്റെയൊക്കെ മസലകൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഈ തൈമൂമിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതിന് ഒരു പ്രാക്ടിക്കൽ രൂപം എന്നുള്ള എനിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ ഒരു ഫത്തുൽ ടൈം ആ ഒരു ഭാഗത്ത് മുന്നോട്ട് വെക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷവും അന്നാന്ന് എടുത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളൊന്ന് സാധാരണ എല്ലാ ക്ലാസ്സുകളുടെയും ഒരു തിയറി പോലെ നമ്മൾ പറയുന്ന അന്ന് എടുത്ത വിഷയങ്ങൾ ഒരു ലാസ്റ്റ് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഇന്നാണ് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു പോയിന്റ്സ് രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയും അത് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. മാത്രമല്ല നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അന്ന് എടുക്കാൻ പോകുന്നത് ഒരു 4-5 പ്രത്യേക മസലകളാണെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ട് ചെയ്ത് രൂപത്തിൽ, ഇപ്പോ ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് 5 മസലകളാണ്, ഒന്ന് ഇന്നതാണ്, രണ്ടാമത്തെ ഇന്നതാണ് എന്നുള്ള ആ ഒരു നമ്പർ വൈസ് പറയുകയാണെങ്കിൽ നമ്മളുടെ മറ്റുള്ള ടീച്ചിങ് കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലും ഓർമ്മയിലും ഒക്കെ നിൽക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ എല്ലാം നിങ്ങൾ അതിന്റെ ഫീൽഡിലുള്ള ആളുകളാണ്. ഈ ഫീൽഡിലുള്ള ആളുകളാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ വിഷയങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ പറയുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി പ്രയാസമാണെങ്കിൽ പിന്നീട് ഓഫീസിൽ അറിയിച്ചാലും മതി. നമ്മൾ കരിക്കുലം കമ്മിറ്റിക്ക് അത് ഫോർവേഡ് ചെയ്യും. ബാബ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും പിന്നെ ടീച്ചേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാളും കൂടുതൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. മസാലപരമായിട്ട് ആ ഒരു മസാലപരമായിട്ട് നമ്മൾ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ കറന്റ് ഇഷ്യൂസുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ഓൺലൈൻ നിക്കാഹ്, ഇപ്പൊ കഴിഞ്ഞ നമ്മളെ കൊറോണ കാലത്തൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമാണ് ഓൺലൈൻ നിക്കാഹ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ സാധൂകരണം എങ്ങനെയൊക്കെയാണ്, പിന്നെ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ അക്ബറിന്റെ അവിടെ രൂപത്തിലൊരു എത്തിക്കൽ ബോണ്ട് മഹറായിട്ട് കൊടുത്തു എന്നുള്ള ഒരു ഇഷ്യൂസുകളൊക്കെ വന്നിരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മഹറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ നേരത്തെ ചോദിച്ചാൽ ഇപ്പൊ ഇതിൽ വേറെ മെസ്സേജ് വന്നു, CC മാർക്കിന് വേണ്ടി എന്തെല്ലാം വർക്കുകൾ ചെയ്യിപ്പിക്കാമെന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള മസലകൾ വരുമ്പോൾ നമുക്ക് അതിന്റെ റിസോഴ്സുകളായിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള രൂപത്തിൽ നിന്നുള്ള ഇതിലിപ്പോ മലയാളത്തിന് തന്നെ ലഭ്യമാകുന്ന നമ്മളെ ഇസ്ലാം വകുപ്പ് അത് നമുക്ക് പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിലേക്ക് കുട്ടികൾക്ക് നമ്മൾ ആദ്യം ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾക്ക് അതിന്റെ ഇന്ന സ്ഥലങ്ങളിൽ ആ ഒരു വിഷയം പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ച് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരു വർക്കായിട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ അവര് നോക്കി വരികയും അത് മറ്റുള്ള ആളുകൾക്ക് പ്രസന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ 2 സ്കില്ലുകൾ അവിടെ കിട്ടുകയാണ്. അവർക്ക് നോക്കി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതോടൊപ്പം അത് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലുകൾ നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ CC വർക്കുകളും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ CC മാർക്ക് ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോ സ്വാഭാവികമായിട്ട് ഇവര് ഡേ കോളേജ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ക്വിസിസ് പോലത്തെ നമ്മള് അതേപോലെ ഗൂഗിൾ ഫോമിൽ ഒക്കെ ആയിട്ട് അവർക്ക് നമ്മളെടുത്ത പാഠഭാഗത്ത് തന്നെ ഒരു 1 വേർഡ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ എന്നും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അസസ്മെന്റ് എന്നുള്ള രൂപത്തിലാകാം. ചിലപ്പോൾ പ്രയാസമാകുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വട്ടം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പോർഷൻസ് എടുത്തുകൊണ്ട് ഇതിൽ ഇത്ര ക്വസ്റ്റ്യൻ ആക്കി തരണം എന്നൊക്കെ നമുക്ക് ഇപ്പോ AI ഒക്കെ വികസിച്ച കാലമായതിനാൽ തന്നെ നമ്മൾ എടുക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് എടുത്തിട്ട് നേരെ AIക്ക് കൊടുത്തിട്ട് എനിക്ക് ഇത്ര ഒരു ക്വസ്റ്റ്യൻസ് വേണം, ഒരു 30 ക്വസ്റ്റ്യൻസ് വേണം, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഡാറ്റ കിട്ടുമല്ലോ. അപ്പൊ നമ്മളതിൽ ഒന്ന് ചെയ്യേണ്ടത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ റെഡി തന്നെ എന്നുള്ള നമ്മളൊന്ന് വെരിഫൈ ചെയ്യാന്നുള്ള ആവശ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് കൃത്യമായിട്ട് അവർക്ക് വീട്ടിലൊക്കെ പോകുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ മാർക്കൊക്കെ എന്താണ് രേഖപ്പെടുത്താനൊക്കെ സാധിക്കുകയും ചെയ്യും. വേറെ നമ്മൾ ഇരുന്നിട്ട് വാല്യുവേഷൻ ചെയ്യുകയോ ഒന്നും വേണ്ടല്ലോ. നമ്മൾ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിലെ ടീച്ചേഴ്സുകളൊക്കെ എന്താണ് ഇപ്പോഴത്തെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ക്വിസിസ് അതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഇനി ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മള് ഫിഖഹിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ന് നമുക്കിടയിൽ ആവശ്യമായിട്ട് വരുന്ന ചില മസലകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ അവരുടെ മുന്നിൽ ചർച്ച ചെയ്തതിനു ശേഷം ആരാ അതിനെ പറ്റാണ്ട് നോക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ അതിനെ പറ്റാണ്ട് വിവരണങ്ങൾ പറയുന്നുണ്ട്, അപ്പൊ അവിടെ ആരാ നോക്കുക, അതിനെ പറ്റാണ്ട് ആരാ അവതരിപ്പിക്കാന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കുട്ടികൾക്കിടയിൽ തന്നെ കൊടുക്കുമ്പോൾ ആ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സമീപനം കുട്ടികളുടെ അടുത്ത് നിന്നുണ്ടാവും. അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ല് എന്നുണ്ടാവും. മാത്രമല്ല അവർക്ക് നമ്മൾ ഡയറക്ഷൻ ചെയ്ത് കൊടുക്കണം, ഇന്ന സ്ഥലങ്ങളിലാണ് അത് ഉള്ളത് എന്ന് പറയണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ കുട്ടികൾ നേരിട്ട് പോയാണ്ട് നേരെ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല വിഷയങ്ങളൊക്കെയാണ് കിട്ടുക. പല മതബിന്റെയും മറ്റേ കാഴ്ചപ്പാടുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ അവലംബിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊന്നും വഴി തെറ്റാതെ കൃത്യമായിട്ട് അവർക്ക് എന്താ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഇനി അവർ നോക്കി വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തിരുത്തി കൊടുക്കുമ്പോൾ ഈ നമ്മൾ അവരുടെ ഇനിയിപ്പോ സൈറ്റ് കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന സൈറ്റുകളിലൊന്നും ഇപ്പൊ ഇബ്നു ബാസ് അവരെ പോലത്തെ ആളുകളുടെ വഹാബി ചിന്താധാരയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഒന്നും നമ്മൾ അവലംബിക്കരുത് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ കൂടുതൽ നിങ്ങളോട് അഭിപ്രായം ചോദിക്കാനുള്ള കാരണം നിങ്ങളാണ് ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന കുട്ടികൾ നമ്മൾക്ക് ഇവിടെ അങ്ങനെ വന്നിട്ട് ഓൺലൈൻ ഓറിയന്റേഷൻ തന്നിട്ട് ഓരോ തിയറികളും മറ്റൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോരുത്തരും അവരാന്റെ മുന്നിൽ വരുന്ന കുട്ടികൾ ഏത് രൂപത്തിലാണോ ഉള്ളത് അവർക്ക് ഉതകുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകേണ്ടത്. അപ്പോ ഇതിലേക്കാൾ ആവശ്യമായിട്ട് വരുന്ന ചില പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ബേസിക് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവരെ ഫോക്കസ് ചെയ്തിട്ട്. പിന്നെ സാധാരണഗതിയിൽ നമ്മളെ പെൺകുട്ടികളെ അവരെ കൃത്യമായിട്ട് നോട്ട്സുകളും അതുപോലെ തന്നെ അർത്ഥങ്ങളും കാര്യങ്ങളും ഇതൊക്കെ രീതികളിലൊക്കെ ചെയ്യുന്ന ഒരു ടീമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോ ആ ഒരു നിലയ്ക്ക് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങി ക്ലാസ്സിന് പോകുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ട് വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുക. പിന്നെ നമുക്ക് തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകളോട് അതിനെ പറ്റാണ്ട് ഡിസ്കസ് ചെയ്ത് ഇനി ഒരു ചോദ്യത്തിന് നമുക്ക് ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കാണ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്ന് പറയാം, നമുക്ക് അറിയാത്ത വിഷയമാണ് നീ നോക്കിയിട്ട് പറയാം എന്നുള്ള ഒരു മറുപടിയിലേക്ക് നമുക്ക് എത്തിയാൽ മതി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളണം എന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന രൂപത്തിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ട് എന്നുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതായാലും ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപകരിക്കുമല്ലോ. നമ്മുടെ ദാറുൽ സംവിധാനത്തിലൊക്കെ ഉള്ള ഒന്നാണ് PLC എന്നുള്ളത്. ഓരോ ക്ലസ്റ്റർ വൈസിലായിട്ട് തന്നെ ഓരോ വിഷയങ്ങൾ എടുക്കുന്ന ഉസ്താദുമാരുടെ ഒരു ഗ്രൂപ്പ്.
അപ്പൊ അതില് നമ്മൾ എടുക്കുന്ന ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിൽ പരസ്പരം ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ചില പ്രത്യേക കിതാബുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏരിയകളിൽ റിലേറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പരസ്പരം ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും കൂടിയും നമ്മുടെ ചിന്തയിൽ വരാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം ഇതുകൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളെ പരിസര പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇനി മൊത്തം ഫിഖ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുകൾ ഒരു കൂട്ടായ്മയായിട്ട് ഉണ്ടാകുകയാണെങ്കിലും അതിലൂടെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനും ഒക്കെ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഫിഖഹിയായി നടക്കുന്ന മറ്റുള്ള ചർച്ചകളിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാനുള്ള ക്വിസ് പ്രോഗ്രാമുകളും മറ്റിലേക്ക് നമ്മുടെ മക്കൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വിവരങ്ങളും ഇതൊക്കെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.